Hello students, നമ്മൾ ഇന്ന് വീഡിയോയിൽ റിയൽ അനാലിസിസിലെ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഓൺ കോമ്പാക്ട് സെറ്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഓൺ കോമ്പാക്ട് സെറ്റ്. നമ്മൾ റിയൽ നമ്പേഴ്സിന്റെ ടോപ്പോളജിയിൽ കുറേ അധികം ഇതുപോലത്തെ പേരുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് ഓപ്പൺ സെറ്റ് പഠിച്ചിട്ടുണ്ട്, ക്ലോസ്ഡ് സെറ്റ് പഠിച്ചിട്ടുണ്ട്, ബൗണ്ടഡ് പഠിച്ചിട്ടുണ്ട്, കോമ്പാക്ട് പഠിച്ചിട്ടുണ്ട്, പെർഫെക്റ്റ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ കുറേ ടേംസ് ടോപ്പോളജി ഓഫ് റിയൽ നമ്പേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ, എഫ് എന്നുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഓപ്പൺ സെറ്റിനെ ഓപ്പൺ സെറ്റിലേക്ക് മാപ്പ് ചെയ്യുമോ, ക്ലോസ്ഡ് സെറ്റിന്റെ ഇമേജ് കണ്ടിന്യൂസ് ഇമേജ് എടുത്താൽ ക്ലോസ് സെറ്റ് ആകുമോ, ബൗണ്ടഡ് സെറ്റിന്റെ ബൗണ്ടഡ് ആകുമോ, ഇങ്ങനെയുള്ള സ്റ്റഡിയാണ്. കോമ്പാക്റ്റിന്റെ കോമ്പാക്റ്റ് ആകുമോ എന്നുള്ള സ്റ്റഡികളാണ്. ഓക്കെ, അപ്പൊ അതില് കോമ്പാക്ട് സെറ്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് റിസൾട്ട് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് എല്ലാം ഇതുപോലെ ട്രൂ ആകുന്നില്ല. അതായത് ഒരു ഓപ്പൺ സെറ്റിന്റെ കണ്ടിന്യൂസ് ഇമേജ് എടുത്താൽ ഓപ്പൺ ആകത്തില്ല, അതുപോലെ ക്ലോസ്ഡ് സെറ്റിന്റെ കണ്ടിന്യൂസ് ഇമേജ് എടുത്താലും ക്ലോസ്ഡ് ആകത്തില്ല. അത് നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ് ഡിഫൈൻ ചെയ്യുന്നത് -1 1 എന്നുള്ള ഓപ്പൺ ഇന്റർവെല്ലാണ് ഡിഫൈൻ ചെയ്തിരിക്കട്ടെ. ഓക്കെ, നമുക്കറിയാം കർവൊക്കെ നമുക്കറിയാം. എക്സ് സ്ക്വയർ ആണ് -1 1 ഇവിടെ ഇല്ല അല്ലെ, 1 ഇല്ല, ഇത്രയാണ്. -1നും 1നും ഇടയ്ക്കാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓപ്പൺ ഇന്റർവെൽ ഡിഫൈൻ ചെയ്യുന്നത്. ഇതിന്റെ റേഞ്ച് എന്ത് വരും? എഫ് ഓഫ് -1 1 എന്നുള്ള ഓപ്പൺ ഇന്റർവെലിന്റെ റേഞ്ച് എന്ത് വരും നോക്കിയേ. എവിടം വരെയാ? ഇത് ഇവിടം വരെ വരും. ഇത് ഓപ്പൺ ആണ്, 1 വരുന്നില്ല, പക്ഷെ ഈ 0 വരുന്നുണ്ട്. 0 മുതൽ 1 വരെയാണ്. ദാറ്റ് ഈസ് ക്ലോസ്ഡ് 0, ഓപ്പൺ 1 ആണ്. ഓക്കെ, ദിസ് ഇസ് നോട്ട് ആൻ ഓപ്പൺ സെറ്റ്, നോട്ട് ആൻ ഓപ്പൺ സെറ്റ്. അതായത് ഒരു കണ്ടിന്യൂസ് ഇമേജ് ആണ് ഒരു ഓപ്പൺ ഇന്റർവെല്ലിൽ നിന്ന് ഒരു ഓപ്പൺ ഇന്റർവെല്ലിലേക്ക് കണ്ടിന്യൂസ് ഇമേജ് എന്ന് വെച്ചാൽ ഒരു ഓപ്പൺ ഇന്റർവെല്ലിനെ കണ്ടിന്യൂസ് ഇമേജ് എടുത്താൽ ഓപ്പൺ തന്നെ വരണം എന്നില്ല. അത് ക്ലോസ്ഡ് ആകാം, ക്ലോസ്ഡ് ഓപ്പൺ ആകാം, ഓപ്പൺ ക്ലോസ്ഡ് ആകാം, അല്ലാതെ ഓപ്പൺ തന്നെ വരണം നിർബന്ധമില്ല എന്നുള്ളതാണ്. അതേപോലെ ഒരു ക്ലോസ് സെറ്റിൽ ഡിഫൈൻ ചെയ്ത ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ നമുക്ക് അടുത്തെടുക്കാം. ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/1 + x² എന്നുള്ള ഫംഗ്ഷൻ. ഓക്കെ, ഇത് എല്ലായിടും കണ്ടിന്യൂസ് ആണ്, കാരണം ഡിസ്കണ്ടിന്യൂറ്റി ഇല്ല, ഡിനോമിനേറ്റർ 0 ആകുന്ന പോയിന്റ്സേ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിന് ക്ലോസ് സെറ്റ് 0 ഇൻഫിനിറ്റി എന്നുള്ള ക്ലോസ് സെറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇൻഫിനിറ്റി എന്നുള്ളത് ക്ലോസ്ഡ് ആകുമല്ലോ, ഇൻഫിനിറ്റി ആയതുകൊണ്ട് അല്ലെ. ഇൻഫിനിറ്റി ഓപ്പൺ ആയാലും അത് ക്ലോസ് സെറ്റ് ആണ്, അതിന്റെ ലിമിറ്റ് പോയിന്റ്സ് എല്ലാം അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊരു ക്ലോസ് സെറ്റ് ആണ്. ജി ഓഫ് എക്സ് എന്നുള്ളത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇമേജും ക്ലോസ് സെറ്റ് ആകുമോ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതായത് ജി ഓഫ് ക്ലോസ്ഡ് 0 ഓപ്പൺ ഇൻഫിനിറ്റി എന്നുള്ളത് എന്തായി മാറും? ഓക്കെ, ഇത് നമ്മൾ എടുക്കുമ്പോൾ കിട്ടുന്നതിന്റെ കർവ് വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന 1/1 + x² വരയ്ക്കുമ്പോൾ കിട്ടുന്ന കർവില് നമുക്ക് കിട്ടുന്ന 0 1 എന്നുള്ളതാണ്. അപ്പൊ ഇത് ക്ലോസ്ഡ് അല്ല. ഓക്കെ, ക്ലോസ്ഡും അല്ല, ഓപ്പൺ അല്ല, നോട്ട് ക്ലോസ്ഡ്. അപ്പോൾ എഫ് ജി കണ്ടിന്യൂസ് ആയി, പക്ഷെ ഒരു ക്ലോസ് സെറ്റിനെ ക്ലോസ് സെറ്റിലേക്ക് അല്ല മാപ്പ് ചെയ്തത് അല്ലെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോമ്പാക്ട്നെസിന്റെ കണ്ടീഷൻ എന്താണ്? കോമ്പാക്ട്, വാട്ട് അബൌട്ട് കോമ്പാക്ട്നെസ്? അതായത് ഇവിടെ നമ്മൾ പറയുന്ന ഇമ്പോർട്ടന്റ് തിയറം, ഇമ്പോർട്ടന്റ് ആണ്. അതായത് പ്രിസർവേഷൻ ഓഫ് കോമ്പാക്ട് സെറ്റ് ആണ്. ഇപ്പൊ തന്നെ അറിയാലോ, പ്രിസർവ് ചെയ്യുന്നുണ്ട്. പ്രിസർവേഷൻ ഓഫ് കോമ്പാക്ട് സെറ്റ് ഇപ്പൊ നമ്മൾ കണ്ട പോലെ അല്ല. ഒരു കണ്ടിന്യൂസ് ഇമേജ് ആണെങ്കിൽ ഒരു കോമ്പാക്ട് സെറ്റിനെ ഒരു കോമ്പാക്ട് സെറ്റിലേക്ക് തന്നെ മാപ്പ് ചെയ്യും, എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ എന്നുള്ളതാണ് തിയറം പറയുന്നത്. തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: എഫ് ഫ്രം എ ടു ആർ ബി കണ്ടിന്യൂസ് ഓൺ എ if K subset of A is compact. ഡൊമൈനിലെ ഒരു കോമ്പാക്ട് സെറ്റ് ആണ് K എങ്കിൽ then f of K is also compact, is compact as well, അല്ലെങ്കിൽ is also compact. അപ്പോൾ കോമ്പാക്ട് സെറ്റിനെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ കോമ്പാക്ട് സെറ്റിലേക്ക് തന്നെ മാപ്പ് ചെയ്യിക്കും എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ കോമ്പാക്ട് സെറ്റിന്റെ ഡെഫിനിഷൻ ഒക്കെ അറിയാലോ. കോമ്പാക്ട് സെറ്റ് കെ എന്ന് പറയുന്നത് കോമ്പാക്ട് ആണെങ്കിൽ എന്തായിരുന്നു ഡെഫിനിഷൻ? കെയിലുള്ള ഏതൊരു സീക്വൻസ് എടുത്താലും അതിനൊരു കൺവേർജിങ് സബ് സീക്വൻസ് കാണും, which converges to the same limit, converges to a limit which is also in K. കെയിൽ തന്നെയുള്ള ഒരു പോയിന്റിലേക്ക്, ലിമിറ്റിലേക്ക് അത് കൺവേർജ് ചെയ്യും. ഇതാണ് കോമ്പാക്ട് സെറ്റിന്റെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, നമ്മൾ എഫ് ഡിഫൈൻ ഫ്രം എ ടു ആർ നമ്മൾ എടുത്തു. എഫ് കണ്ടിന്യൂസ് ആണെന്ന് അസ്യൂം ചെയ്തു. കെ എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് ഓഫ് എ വിച്ച് ഇസ് കോമ്പാക്ട് ആയിട്ടുള്ള ഒരു സബ്സെറ്റ് നമ്മൾ എടുത്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഓഫ് കെ
കോമ്പാക്റ്റ് ആണെന്നാണ്. അതിനുവേണ്ടി എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എഫ് ഓഫ് കെയിലെ ഒരു സീക്വൻസ് എടുക്കണം. ഓക്കെ, നമ്മൾ yn എന്ന് എടുക്കുന്നു. yn എടുക്കണം. ഇതിനൊരു സബ്സീക്വൻസ് ഉണ്ടെന്ന് നമ്മൾ കാണിക്കണം. ഇത് കൺവേർജസ് ടു ഒരു പോയിന്റ് ആണ്. ആ പോയിന്റ് എവിടെ തന്നെ ഉണ്ടെന്ന് കാണിക്കണം. എഫ് ഓഫ് കെയിൽ തന്നെ ഉണ്ടെന്ന് കാണിക്കണം. ഇത്രയും കാര്യങ്ങൾ പ്രൂവ് ചെയ്യേണ്ടതാണ്. ചെയ്തിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ എടുക്കാം? ഓക്കെ, ലെറ്റ് yn be an arbitrary sequence in f of k. f of k എന്ന് പറഞ്ഞാൽ എന്താണ്? Set of all f of x such that x belongs to k. ഓക്കെ, f of k യിലെ ഒരു ആർബിട്രറി സീക്വൻസ് yn നമ്മൾ എടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ yn ഒരു സബ് സീക്വൻസ് ഉണ്ടെന്നും അത് കൺവേർജസ് ടു എ പോയിന്റ് വിച്ച് ഇസ് സെയിം ഇൻ ദ എക്സിസ്റ്റ് ഇൻ f of k എന്നും ഒക്കെ പ്രൂവ് ചെയ്യണം അല്ലേ? ദെൻ ഇവിടെ yn എന്ന് പറയുന്ന സീക്വൻസ് എഫ് ഓഫ് കെയിലായതുകൊണ്ട് ഇത് എന്ന് പറഞ്ഞ എഫ് ഓഫ് കെയിൽ തന്നെ ആയിരിക്കുമല്ലോ എലിമെന്റ്സ്. ഓക്കെ, ദെൻ ഫോർ ഈച്ച് n എലമെന്റ് ഓഫ് n, ഓരോ n കറസ്പോണ്ടിങ് ആയിട്ടും we can find xn in k such that f of xn is equal to yn. ഓക്കെ, ഇവിടെ നമുക്കറിയാം k ഉണ്ട്, ഇത് എഫ് ഓഫ് കെ ആണ്. ഓക്കെ, അപ്പൊ എഫ് ഓഫ് കെയിലെ ഒരു സീക്വൻസ് ആണ് yn നമ്മൾ എടുത്തത്. അപ്പൊ എഫ് ഓഫ് കെയിലെ ഇമേജ് ആയിട്ട് വരണമെങ്കിൽ അത് ഒരു പ്രീ ഇമേജ് ഒരെണ്ണമെങ്കിലും ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ 2 പോയിന്റ്സിൽ നിന്ന് വരെ ഇമേജ് വരാം അല്ലെ? അപ്പോൾ അതിൽ ഒരെണ്ണമെങ്കിലും ഉണ്ടാവുമല്ലോ. അതിൽ ഓരോന്നായിട്ട് നമ്മൾ എടുക്കുന്നതാണ് xn എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതാണ് പറയുന്നത്. സിൻസ് yn സബ്സെറ്റ് ഓഫ് എഫ് ഓഫ് കെ ഫോർ ഈച്ച് n എലമെന്റ് ഓഫ് n, we can find at least one xn element of k, at least one xn element of k such that f of xn is equal to yn. Thus we get a sequence xn in k. k എന്താണ്? k കോമ്പാക്റ്റ് ആണ്. k കോമ്പാക്റ്റ് ആയതുകൊണ്ട് എന്ത് വരും? xn ന് ഒരു സബ് സീക്വൻസ് ഉണ്ടാകും which converges to a point x is again in k. അതിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ കെയിൽ തന്നെ ഉള്ള ഒരു ലിമിറ്റ് ഉള്ള ഒരു സബ് സീക്വൻസ് ഉണ്ടാകും എന്നാണ് അല്ലെ? ദെൻ ഇനി എഫ് കണ്ടിന്യൂസ് ആണല്ലോ, അത് നമ്മളിവിടെ ഇതുവരെ അപ്ലൈ ചെയ്തില്ല. എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇപ്പോ എക്സ് എൻ കെ കൺവേർജസ് ടു എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എൻ കെ എന്നുള്ള സീക്വൻസ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഈ എഫ് ഓഫ് എക്സ് എൻ കെ ആണ് എന്ത്? എഫ് ഓഫ് എക്സ് എൻ ആണ് yn എന്ന് പറയുന്നത്. അപ്പൊ എഫ് ഓഫ് എസ് എൻ കെ ആണ് എന്ത്? yn k. ഓക്കെ, yn k എന്നുള്ള സീക്വൻസ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, ഈ എഫ് ഓഫ് എക്സ് എവിടെയുള്ളതാണ്? എഫ് ഓഫ് കെയിലുള്ളതാണ്. ഓക്കെ, അപ്പോ നമുക്ക് yn എന്നുള്ളൊരു സീക്വൻസ് എടുത്താണ് നമ്മൾ ആദ്യം ആർബിട്രറി ഒരു സീക്വൻസ് എഫ് ഓഫ് കെയിൽ എടുത്താണ് തുടങ്ങിയത്. ആ yn ഒരു സബ് സീക്വൻസ് yn k ഉണ്ട് which converges to a point again which is in f of k എന്ന് കിട്ടി. സോ എന്തായി? therefore f of k is compact. ഓക്കെ, ആ കോമ്പാക്ട്നെസിന്റെ ഡെഫിനിഷൻ മാത്രം അറിയാൻ മതി. അത് വെച്ചുള്ള പ്രൂഫാണ്, ഇമ്പോർട്ടന്റ് ആണ്. അതാണ് പ്രിസർവേഷൻ ഓഫ് കോമ്പാക്ട് സെറ്റ്. നേരത്തെ പറഞ്ഞ പോലെ ഓടും ഓപ്പണും ക്ലോസ്ഡുവിനെ ഒന്നും പ്രിസർവ് ചെയ്യുന്നില്ല, പക്ഷെ കോമ്പാക്ട്നെസിനെ പ്രിസർവ് ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഓക്കെ, അതേപോലെ അടുത്ത ഒരു ഇമ്പോർട്ടന്റ് തിയറം ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് തിയറം ആണ് എക്സ്ട്രീം വാല്യൂ തിയറം. എക്സ്ട്രീം വാല്യൂ തിയറം എന്ന് പറയുന്നത് എക്സ്ട്രീം വാല്യൂ ഉണ്ട്, മസ്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മള് ഇപ്പൊ ഒരു എക്സ് സ്ക്വയർ തന്നെ എടുത്തു എന്നിരിക്കട്ടെ. ഇതിനെ എക്സ്ട്രീം വാല്യൂ പറയാൻ പറ്റുമോ? ഏറ്റവും മിനിമം വാല്യൂ 0 ആണ്, പക്ഷെ ഏറ്റവും കൂടിപ്പോയാൽ അങ്ങ് പോവാണ് അല്ലെ? അപ്പോൾ ആറിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തതിന് എക്സ്ട്രീം വാല്യൂ ഇല്ല. പക്ഷേ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു -1നും 1നും ഇടയ്ക്കുള്ള എക്സ് സ്ക്വയർ എടുക്കുവാണെങ്കിൽ അതിന് എക്സ്ട്രീം വാല്യൂ ഉണ്ട്. ഏറ്റവും കുറഞ്ഞത് 0യും കൂടിയത് 1ഉം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് എക്സ്ട്രീം വാല്യൂ പറയുന്നത്. ഇഫ് എഫ് ഫ്രം കെ ടു ആർ is a continuous map on compact set K, then f attains a maximum
and minimum value. In other words, x1, x0, x1 in k such that f of x0 less than or equal to f of x less than or equal to x1, f of x1 for every x in k. അതായത് കെയിലെ എല്ലാ എലമെന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് എലമെന്റ്സ് x0 x1 കണ്ടുപിടിക്കാൻ പറ്റും such that f of x0 ആയിരിക്കും ഏറ്റവും ചെറുത്, f of x1 ആയിരിക്കും ഏറ്റവും വലുത്. അതായത് മിനിമം ഉണ്ട്, മാക്സിമം വാല്യൂ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എപ്പോഴാണ് k എന്ന് പറയുന്ന കോമ്പാക്ട് സെറ്റ് ആകുമ്പോൾ. ഇതാണ് എക്സ്ട്രീം വാല്യൂ തിയറം പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രൂഫ് നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. എഫ് കണ്ടിന്യൂസ് ആണ് അല്ലെ, എഫ് കണ്ടിന്യൂസ് ആണ്. പിന്നെ കെ എന്ന് പറയുന്നത് കോമ്പാക്റ്റും ആണ്, കെ എന്ന് പറയുന്നത് കോമ്പാക്ട് സെറ്റും ആണ്. ഇത്രയും നമുക്കറിയാം. ഓക്കെ, ദെൻ ഇപ്പൊ നമ്മൾ പഠിച്ചു വെച്ചിട്ട് ഇത്രയും കണ്ടിന്യൂസും കെ കോമ്പാക്റ്റും ആണെങ്കിൽ എഫ് ഓഫ് കെയും എന്തായിരിക്കും, കോമ്പാക്റ്റ് ആയിരിക്കുമല്ലോ. ബൈ ദി എബോവ് തിയറം എഫ് ഓഫ് കെ ഇസ് കോമ്പാക്ട്, പ്രിസർവേഷൻ തിയറം എഫ് ഓഫ് കെയും കോമ്പാക്റ്റ് ആണ് അല്ലെ. ദെൻ എവരി കോമ്പാക്ട് സെറ്റ്, ഇതൊരു തിയറമാണ്. എവരി കോമ്പാക്ട് സെറ്റ് നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചതിന്റെ ഒരു പ്രോബ്ലം ആയിട്ട് വേണമെങ്കിൽ പറയാം, ഒരു കൊറോളറി ആയിട്ട് പറയാം. എവരി കോമ്പാക്ട് സെറ്റ് വിൽ കണ്ടെയ്ൻ its supremum and infimum. Its supremum and infimum in it. ഒരു കോമ്പാക്ട് സെറ്റ് ആണെങ്കിൽ അതിനകത്ത് അതിന്റെ സുപ്രീമോ ഇൻഫിമോ അതിനകത്ത് തന്നെ ഉണ്ടാക്കി. നമുക്കറിയാലോ, എക്സാമ്പിൾ ഇപ്പൊ ക്ലോസ് ഇന്റർവൽ 0-1 എന്നുള്ളത് ഒരു കോമ്പാക്ട് സെറ്റ് ആണ്. അതിന്റെ സുപ്രീമം 1 ആണ്, ഇൻഫിമം 0 ആണ്. പക്ഷെ ഓപ്പൺ ഇന്റർവൽ 0-1 കോമ്പാക്ട് അല്ല. ഇതിന്റെ സുപ്രീമം 1 ആണ്, ഇൻഫിമം 0 ആണ്, പക്ഷെ അതിന്റെ അകത്ത് ഇല്ല. ഓക്കെ, അത് നമുക്കറിയാം. അപ്പൊ ഇതിന്റെ പ്രൂഫ് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ബിക്കോസ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പ്രൂഫ് നമുക്ക് വേണേ കാണാം. ഇഫ് കെ ഈസ് കോമ്പാക്ട്, it is closed and bounded അല്ലെ. കോമ്പാക്ട് സെറ്റ് എല്ലാം ക്ലോസ്ഡും ബൗണ്ടഡും ആയിരിക്കും, നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഇഫ് കെ ഈസ് കോമ്പാക്ട് ഇറ്റ് ഈസ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് അല്ലെ. ഇനി എവരി ബൗണ്ടഡ് സെറ്റ് ഹാസ് സുപ്രീമം ആൻഡ് ഇൻഫിമം എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. സുപ്രീമം പ്രോപ്പർട്ടി വെച്ചിട്ട് സുപ്രീമം ഉണ്ട്, ഇൻഫിമം പ്രോപ്പർട്ടി വെച്ചിട്ട് ഇൻഫിമം ഉണ്ട്, അല്ലെങ്കിൽ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി വെച്ചിട്ട് എവരി ബൗണ്ടഡ് സെറ്റ് ഹാസ് സുപ്രീമം ആൻഡ് ഇൻഫിമം. ഓക്കെ, therefore let x is equal to supremum. നമ്മൾ സുപ്രീമത്തിനെ മാത്രം എടുത്തിരുന്നു, അതുപോലെ ഇൻഫിമത്തിന്റെ എഴുതാം. x be the supremum. ഓക്കെ, ദെൻ ഈ എക്സ് എന്ന് പറയുന്ന സുപ്രീമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എലമെന്റ്സിനെ അപ്പർ ബൗണ്ട്സിലെ ഏറ്റവും ചെറുതാണ് ഈ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സ് ഒരു ലിമിറ്റ് പോയിന്റും ആകും. therefore x belongs to k ക്ലോഷർ ആകും. ഇനി k കോമ്പാക്ട് ആയതുകൊണ്ട് k ക്ലോഷർ തന്നെയാണ് kയും. ഓക്കെ, അപ്പോ k കോമ്പാക്ട് അല്ലെ ക്ലോസ്ഡ് ആയതുകൊണ്ട് k ക്ലോഷർ തന്നെയാണ് kയും. ഓക്കെ, അപ്പോ എന്തായി, ഈ സുപ്രീമം എവിടെയുണ്ട്, കെയിൽ തന്നെ ഉണ്ടെന്ന് കിട്ടി. ഇതേപോലെ ഇൻഫിമത്തിന്റെ കാര്യം പറയാം. ലെറ്റ് y be the infimum എന്ന് പറഞ്ഞാല് yയും ഇതുപോലെ ലിമിറ്റ് പോയിന്റ് ആകും. ബിലോങ്സ് ടു k ക്ലോഷർ ആണ്, ക്ലോസ്ഡ് ആയതുകൊണ്ട് k ക്ലോഷർ തന്നെയാണ് k. അപ്പൊ ഇൻഫിമോ ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എടുത്തൊരു കാര്യം എടുക്കുക. എഫ് ഓഫ് കെ കോമ്പാക്ട് അല്ലേ. ഏതൊരു കോമ്പാക്ട് സെറ്റിനകത്തും എന്താണ്, എവരി കോമ്പാക്ട് സെറ്റ് വിൽ കണ്ടെയ്ൻ ഇറ്റ്സ് സുപ്രീമോ ആൻഡ് ഇൻഫിമം. അപ്പൊ എഫ് ഓഫ് കെയും കോമ്പാക്ട് ആണ്, അതുകൊണ്ട് എഫ് ഓഫ് കെക്ക് അകത്തും സുപ്രീമോ ഉണ്ടാകും, ഇൻഫിമോ ഉണ്ടാകും. therefore f of k is compact implies f of k attains supremum and infimum in it. ഓക്കെ, അതിനകത്ത് തന്നെ സുപ്രീമോ ഇൻഫിമോ ഉണ്ടാകും. നമുക്ക് വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം. ലെറ്റ് y1 is equal to supremum f of k. ഇത് f of k ക്കകത്തുള്ളതാണ്. ഓക്കെ, therefore there exists some x1 in k such that f of x1 ആയിരിക്കുമല്ലോ y1. ഓക്കെ, അതേപോലെ similarly let y0 is equal to infimum of f of k, which is element of f of k. Okay, therefore there exists some x0 in k such that f of x0 ആയിരിക്കും ഈ y0. അങ്ങനെയാണ് ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് പറയാം. f of x0 less than or equal to f of x less than or equal to
എഫ് ഓഫ് എക്സ് വൺ. സുപ്രീമത്തും ഇൻഫിനിറ്റിന് ഇടയ്ക്കായിരിക്കുമല്ലോ ബാക്കിയുള്ള എല്ലാ എഫ് ഓഫ് എക്സും. ഓക്കെ, ഇനി കെയിലെ എലമെന്റ്സ് ആണ് എക്സ് നോട്ടും എക്സ് വണ്ണും. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് വണ്ണും എഫ് ഓഫ് എക്സ് നോട്ടും ഒക്കെ എഫ് ഓഫ് കെയിൽ തന്നെ ഉണ്ട് താനും. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സ്ട്രീം വാല്യൂ തിയറം എന്ന് പറയുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.